ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് ഫെയിലായി പോകുന്നതിൻ്റെ 4 പ്രധാനപ്പെട്ട റീസൺസ് ആണ്. പല ആളുകളും വന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കംപ്ലൈൻ്റ് ആണ്. റിലേഷൻഷിപ്പ് തുടങ്ങി ഇപ്പോൾ കുറച്ചായി, അല്ലെങ്കിൽ 1-2 വർഷമായി, അല്ലെങ്കിൽ 5-6 മാസമായി, പക്ഷേ ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി. ഇങ്ങനെ ഒരുപാട് ബ്രേക്കപ്പുകൾ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ തന്നെ ഒരുപാട് തവണ ബ്രേക്കപ്പ് സംഭവിക്കുന്നു എന്നുള്ളത്. രണ്ടാണെങ്കിലും ബ്രേക്കപ്പ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നത്. സോ എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് വരുന്നത്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളൊരു തോന്നലിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പോയിന്റിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ പ്രധാനപ്പെട്ട 4 റീസൺസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആ റീസൺസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനും കഴിയും. സോ ഇവിടെ ഈ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, ആ ബ്രേക്കപ്പ് നിങ്ങളുടെ ലൈഫിൽ നിന്നും ഇല്ലാതാക്കാനും സാധിക്കും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കേസ് എന്താണ്, നിങ്ങളുടെ നിലവിലെ റിലേഷൻഷിപ്പ് ഇഷ്യൂ എന്താണെന്നുള്ളത് കറക്റ്റായി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ടോ വാട്സപ്പ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ കോൾ ചെയ്തുകൊണ്ടോ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ടീം നിങ്ങളെ തീർച്ചയായും ഹെൽപ്പ് ചെയ്യുന്നതാണ്. എനിവേസ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് റീസൺ ഫേക്ക് പേഴ്സണാലിറ്റി റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് നിങ്ങളൊരു വ്യക്തിയെ കണ്ടു, പരിചയപ്പെട്ടു, ഇഷ്ടപ്പെട്ടു, അപ്പൊ അവരുടെ അറ്റൻഷൻ അല്ലെങ്കിൽ അവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് അവരുടെ മുമ്പിൽ സംസാരിക്കുന്നത്, ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതാണ് ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട റീസൺ. ബിക്കോസ് അവർ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് നിങ്ങളെ സ്നേഹിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നത്, അവർക്ക് അതാണ് ഇഷ്ടം എന്നൊക്കെ മനസ്സിലാക്കി പലപ്പോഴും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറയാനും ചെയ്യാനും തുടങ്ങും. ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആക്ച്വലി ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടക്കേട് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി നിങ്ങൾ മറന്നു പോകും എന്നുള്ളതാണ്. മറന്നു പോകുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി നിങ്ങൾക്കൊരു ഫ്രസ്ട്രേഷൻ ഫീൽ ചെയ്യാൻ തുടങ്ങും. ബിക്കോസ് നിങ്ങൾക്കതല്ല ആക്ച്വലി വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിയൽ പേഴ്സണാലിറ്റി അതല്ല എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് തന്നെ ഓർമ്മ വരും. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു അസ്വസ്ഥത ഉണ്ടാകാൻ തുടങ്ങും. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അവിടെ കുറ്റം പറയാൻ കഴിയില്ല. ബിക്കോസ് അവരുടെ മുമ്പിൽ നിങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ സംസാരിക്കുന്നത്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ഈ ഒരു മാസ്ക് അല്ലെങ്കിൽ ഒരു ഫേക്ക് പേഴ്സണാലിറ്റി റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് അവർ കരുതുക. സോ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലൊരു അസ്വസ്ഥത വരുന്ന സമയത്ത് നിങ്ങളുടെ റിയൽ പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ ആക്ച്വലി നിങ്ങൾ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ ആ രീതിയിൽ നിങ്ങൾ പിന്നീട് ബിഹേവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഒരു മാറ്റം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും ഫീൽ ചെയ്യും. ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഇപ്പൊ പെട്ടെന്ന് എന്താ ഒരു ചേഞ്ച് എന്നുള്ളതൊക്കെ തോന്നാൻ തുടങ്ങും. അവിടെ മുതൽ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ ആരംഭിക്കും. ആ കാര്യങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ സ്വരച്ചേർച്ചകൾ വരാൻ തുടങ്ങുന്ന സമയത്ത് അവിടെ മുതൽ ഇഷ്യൂ ആരംഭിക്കാൻ തുടങ്ങും. സ്വാഭാവികമായിട്ടും ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലേക്ക് നീങ്ങുന്നത് ഈ ഒരു കാര്യം കൊണ്ടായിരിക്കും. സോ റിലേഷൻഷിപ്പ് ഫെയിലായി പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥ പേഴ്സണാലിറ്റി മറച്ചു വെച്ചുകൊണ്ട് അവരുടെ ഇഷ്ടം നേടിയെടുക്കുന്നതിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറുന്നത്. ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ, നിങ്ങളുടെ യഥാർത്ഥ പേഴ്സണാലിറ്റി, നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം, നിങ്ങൾ എങ്ങനെ പെരുമാറുന്ന ഒരു വ്യക്തിയാണോ, ആ ഒരു ഒതന്റിസിറ്റി, ആ ഒരു ജെന്യൂനിറ്റി നിങ്ങൾ പ്രകടമാക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു റീസൺ ആയിട്ട് വരുന്നത് ഫിയർ ഓഫ് ലോസിങ്. റിലേഷൻഷിപ്പ് നഷ്ടമാവുമോ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, അതൊരു പക്ഷെ കമ്മിറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കാം, അതല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ വിവാഹം ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം. അവർ നിങ്ങളെ വിട്ടിട്ട് പോകുമോ, അല്ലെങ്കിൽ അവരെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയം, ഒരു ഫിയർ ഉണ്ടായിരിക്കും. അത് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മുടെ മൈൻഡിൽ അങ്ങനെയുള്ള ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ തോട്ട് പതിയെ പതിയെ ഒരു നെഗറ്റീവ് തോട്ടിലേക്ക് ലീഡ് ചെയ്യും. അതാണ് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് ലീഡ് ആക്കുന്നത്, അല്ലെങ്കിൽ അവിടെ എത്തിച്ചേരും എന്നുള്ളതാണ്. പിന്നീട് എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു സംശയത്തിന്റെ കണ്ണിലൂടെ ആയിരിക്കും നോക്കി കാണുക. കാരണം നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും, അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ഒരു ഫിയർ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അവര് വിട്ടിട്ട് പോകുമോ, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് നഷ്ടമാവുമോ എന്നുള്ളൊരു തോട്ടാണ്. സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യുമ്പോഴും ആ ഒരു തോട്ടിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും പിന്നീട് ചിന്തിക്കുക. സോ ഇത്തരത്തിൽ അവർ വിട്ടിട്ട് പോകുമോ, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുമോ എന്നുള്ള
സ്ഥിരമായിട്ടുള്ള ഒരു തോട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോസിറ്റീവ് അഫർമേഷൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. പോസിറ്റീവ് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി ഇത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സ്, ഡൗട്ട്ഫുൾ മൈൻഡ് സെറ്റ് അതൊക്കെ നമുക്ക് പോസിറ്റീവായ രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ആ റിലേഷൻഷിപ്പിനെ ഡാമേജ് വരുത്താത്ത രീതിയിലുള്ള ഒരു ചിന്താഗതിയിലേക്ക് നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ ഒരു റീസൺ, റിലേഷൻഷിപ്പ് ഫെയിൽ ആവുന്നതിന്റെ മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ്. അതായത് എന്ത് കാര്യത്തിലും ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാണ്. നമ്മൾ അത്ര പോരാ, അത്ര ഗുഡ് ലുക്കിംഗ് അല്ല, അല്ലെങ്കിൽ അത്ര ടാലന്റഡ് അല്ല, അല്ലെങ്കിൽ ഒരുപാട് ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ട്, ആ ബ്രേക്കപ്പ് സംഭവിച്ചതൊക്കെ നമ്മൾ അത്ര പോരാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് ഫെയിലിയേഴ്സ് ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ട്രോമകളൊക്കെ നേരിട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ നമ്മൾ അത്ര ഇൻസെക്യൂർ ആണ്, അല്ലെങ്കിൽ നമ്മൾ അത്ര പോരാ എന്നുള്ളൊരു തോന്നൽ സ്ട്രോങ് ആയി വരും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു തോന്നൽ നമുക്ക് കൂടുമ്പോൾ ആ റിലേഷൻഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ലേ, അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണറെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ സാധിക്കില്ലേ, അവർ നമ്മുടെ കൂടെ ഹാപ്പി അല്ലേ എന്നുള്ളൊരു തോന്നലിലേക്കൊക്കെ അത് ചെന്നെത്തിക്കും എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം. അതിനു വേണ്ടിയിട്ട് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതായത് നമ്മുടെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് അത്ര കഴിവില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ അത്ര ശോഭിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, മേഖലകൾ എന്തൊക്കെയാണ്, ഇങ്ങനെ നമ്മളെക്കുറിച്ച് തന്നെ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ, ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും ഈസി ആയിട്ട്, അല്ലെങ്കിൽ അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഒരു പക്ഷെ എല്ലാ ആളുകളും ഏതെങ്കിലും ഒരു കാര്യത്തിൽ മികച്ചതും ഏതെങ്കിലും ഒരു കാര്യത്തിൽ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും കഴിവുള്ള ഒരു വ്യക്തി ആയിരിക്കില്ല. ഇപ്പൊ ചില ആളുകളെ കണ്ടിട്ടില്ലേ, നന്നായി ഡാൻസ് കളിക്കുന്ന ആളുകളുണ്ടായിരിക്കും, പക്ഷെ പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പോരാ, അല്ലെങ്കിൽ അതിന് കഴിയില്ല, അതിന് എനിക്കറിയില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നന്നായി പാട്ട് പാടും, പക്ഷെ ഡാൻസ് കളിക്കാൻ അത്ര ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കില്ല. അത് അവരുടെ ഒരു ലിമിറ്റേഷനും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് എന്ന് കരുതേണ്ട ആവശ്യമില്ല. അവർക്ക് ചിലപ്പോൾ അത് ആവശ്യം ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും അവരതിനെ കുറിച്ച് കൂടുതലായി തിങ്ക് ചെയ്യുകയും അതിലേക്ക് കൂടുതൽ എഫേർട്ട് എടുക്കുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തത്. സ്വാഭാവികമായിട്ടും അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റുകൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തെല്ലാം കാര്യത്തിലാണോ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് ആ കാര്യങ്ങളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുകയും ആ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ എഫേർട്ട് എടുക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ഇൻസെക്യൂരിറ്റി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അത് പതിയെ നിങ്ങളിൽ നിന്നും ഇല്ലാതാവുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. സോ അത്തരത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ലിമിറ്റേഷൻസിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളിലാണ് ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്, നിങ്ങളുടെ ഇൻട്രസ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നാലാമത്തെ ആൻഡ് ഫൈനൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു റീസൺ ആണ് സെൽഫ് ഡൗട്ട്. എന്ത് കാര്യത്തിലും സ്വയം ഒരു സംശയമാണ്. എന്നെ കൊണ്ട് കഴിയുമോ, അല്ലെങ്കിൽ എനിക്കതിന് സാധിക്കുമോ, ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആകുമോ, അല്ലെങ്കിൽ എനിക്കത് വിജയിപ്പിക്കാൻ സാധിക്കുമോ, ഇങ്ങനെയൊക്കെ സ്വയം സംശയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. റിലേഷൻഷിപ്പിന്റെ കേസിലേക്ക് വരുമ്പോഴേക്കും ഇങ്ങനെയുള്ള സെൽഫ് ഡൗട്ടുകൾ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് ഫെയിൽ ആകാൻ ഇതൊരു റീസൺ ആയി മാറും. എന്നെ കൊണ്ട് ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ലൈഫിൽ അവർ ഓക്കെ ആകുമോ, അവർ ഹാപ്പി ആകുമോ, ഇങ്ങനെ നിങ്ങളെ തന്നെ സ്വയം ഡൗട്ട് ചെയ്യുന്ന, സംശയിക്കുന്ന ഒരു കാര്യം, അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ റിലേഷൻഷിപ്പ് ഫെയിൽ ആകുന്നതിന് വേറൊരു റീസൺ തേടി പോകേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല. അത് തന്നെ ഒരു റീസൺ ആയി മാറുമെന്നുള്ളതാണ്. ഇവിടെ ഈ സെൽഫ് ഡൗട്ട് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ നിങ്ങളുടെ വാല്യൂ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കില്ല. നിങ്ങളുടെ റിയൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബിഹേവിയർ, നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഐഡിയ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു സെൽഫ് ഡൗട്ട് നിങ്ങൾക്ക് വരുന്നത്. സോ ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങളുടെ യഥാർത്ഥ പേഴ്സണാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ വില, നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഡിസേർവിങ് ആണ്, എന്തെല്ലാം കാര്യങ്ങൾക്ക് നിങ്ങൾ നോ പറയണം, എന്തെല്ലാം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് യെസ് പറയാം, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം. അത്തരത്തിൽ ഒരു സ്വയം മനസ്സിലാക്കൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
നിങ്ങൾക്ക് ഡിസേർവിംഗ് ആണ് എന്ന് ഉറപ്പുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നിലനിർത്താനും സാധിക്കും. സോ സെൽഫ് ഡൗട്ട് ആണ് നിങ്ങളുടെ ലൈഫിൽ ആ റിലേഷൻഷിപ്പ് ഫെയിൽ ആകുന്നതിന്റെ ഒരു വില്ലനായി മാറിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. റിലേഷൻഷിപ്പ് സേവ് ചെയ്യുക. ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്നാണെങ്കിലോ രണ്ടാണെങ്കിലും ഒക്കെ റിലേഷൻഷിപ്പ് ഫെയിൽ ആകുന്നതിന്റെ ഒരു റീസൺ ആയി വരുമെന്നുള്ളതാണ്. സോ ഇതിൽ ഏതെങ്കിലും ഒരു ഇഷ്യൂ ആണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ സൊല്യൂഷനും ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അത്ര എഫേർട്ട് ഒന്നും ഇല്ലാതെ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് എടുക്കാൻ പറ്റുന്ന കുറച്ച് സൊല്യൂഷൻസ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ റിലേഷൻഷിപ്പ് ഫെയിൽ ആയി പോകുക എന്ന് പറയുന്നത് കുറെ കൂടി ഈസി ആയിരിക്കും. അത് ഹെൽത്തിയായി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് തന്നെയാണ് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം. ഇവിടെ ഈ പറഞ്ഞ റീസൺ ഒക്കെ നോക്കിക്കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. റിലേഷൻഷിപ്പ് ഫെയിൽ ആകുന്നതിന് ഒരുപാട് റീസൺ ഒന്നും തേടി പോവേണ്ടതിന്റെ ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഹെൽത്തിയായ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്. എനിവേസ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ഹെൽത്തിയായി വളരെ ബ്യൂട്ടിഫുൾ ആയി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്